ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഫീൽഡിലോ ഇല്ല സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് CITB എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷന്, ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, മാപ്പ് V10 എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമ്മളൊരു £6.99 കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളതിൽ നമ്മളെ ഇമെയിൽ ID കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുക, ഇതൊക്കെ. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഇമെയിൽ ID വെച്ചിട്ട് നമ്മളൊരു ഒരു സൈൻ ഇൻ ID ഉണ്ടാക്കി. അതിൽ നമുക്ക് ഈ ഷെഡ്യൂൾ എക്സാമിൽ പോവാം. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് കാണും. അതിൽ നമുക്ക് വേണ്ടത് മാനേജേഴ്സ് ആൻഡ് പ്രൊഫഷണൽസിൻ്റെ CITB എക്സാമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മൾക്ക് ഏത് സെൻറ്ററാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരുപാട് ഇത് വരും, ഓപ്ഷൻസൊക്കെ വരും. ഇംഗ്ലീഷ് വേണോ, വെൽഷ് വേണോ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ടർ വേണം, അതായത് റീഡിങ്ങോ, അല്ലെങ്കിൽ നമുക്കിത് വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് വായിച്ചിട്ടും ഒറ്റയ്ക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ അഗ്രി കൊടുക്കാം. വേണമെങ്കിൽ യെസ് കൊടുക്കുക, വേണ്ടെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാൽ നിയറസ്റ്റ് എക്സാം സെൻറ്റർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കറണ്ട് അഡ്രസ്സ് കൊടുത്തപ്പം ഇവിടെ ഒരു കലണ്ടർ വന്നു. അപ്പം ഓരോ സെൻറ്ററിലും ഓരോ ഡേറ്റിനായിരിക്കും അവൈലബിലിറ്റി ഉണ്ടാവുക. അതിൽ നമുക്ക് ഏത് ഡേറ്റാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ അതിൽ ടൈമിംഗ് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ മോർണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ദിവസങ്ങളിൽ ഹോൾ ഡേ, മോർണിംഗ് ടു ഈവനിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതാണോ പ്രിഫറബിൾ അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമിന് ബുക്ക് ചെയ്തു, ടൈം ചൂസ് ചെയ്തു, ഡേറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡീറ്റെയിൽസ് തരും, എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് അവരുടെ അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. ഇതിന് ഫീ ആയിട്ട് വരുന്നത് 22.50 ആണ്. മുന്നേ 22 പൗണ്ട് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 22.50 ആയി. ഇപ്പം ഇത് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. തേർഡ് പാർട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 65 പൗണ്ടൊക്കെ ആവും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിന് ഒരു 6.99 അതുപോലെ തന്നെ എക്സാം ഫീ ഇങ്ങനെ വരുന്നുള്ളൂ. ഒരു 30 പൗണ്ടിനുള്ളിൽ നമുക്ക് എക്സാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിടാം. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയെന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ എടുത്ത ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കറക്റ്റായിട്ടുള്ളത് കാണിച്ചു തരും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഓരോ കാറ്റഗറി വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 19 ടോപ്പിക്സ് ഉണ്ട്. 19 ടോപ്പിക്സിലും ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക് എടുത്ത് അതിൽ ചിലപ്പോൾ ഒരു 56, 60 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 26 അങ്ങനെ ഓരോ ടോപ്പിക്കിനും ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. ടോട്ടൽ നമുക്ക് 537 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ സെക്ഷൻ വൈസ് ആയിട്ടും അല്ല നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ടൈപ്പാണോ വേണ്ടത്, ഇപ്പോൾ സ്റ്റാൻഡേർഡ്, മൾട്ടിപ്പിൾ ചോയ്സ്, ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചും നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഏത് ഓപ്ഷൻസിൽ വേണമെങ്കിലും പോവാം. എന്നിട്ട് നമുക്ക് ആ ഒരു പേജ് ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സിറ്റിൽ അടിച്ചാൽ മതി. ഇപ്പോൾ ഞാനിതിൽ അടുത്ത ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ മോക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എക്സാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് കിട്ടും. ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. അതിൽ 45 ക്വസ്റ്റ്യൻസും കറക്റ്റായിരിക്കണം. എന്ന് കഴിഞ്ഞാലാണ് നമുക്ക് പാസ്സാവുക. CS കാർഡ് കിട്ടാൻ പാസ്സാവണമെങ്കിൽ CITB പാസ്സാവണം. ആ CITB പാസ്സാവണമെങ്കിൽ 50ൽ 45 കിട്ടണം. അപ്പം നമുക്ക് അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനും പറ്റും. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തതും അതുപോലെ എല്ലാ എക്സാം ചെയ്തതും റിവ്യൂ ചെയ്യാൻ പറ്റും. ഇതത്ര ബുദ്ധിമുട്ടുള്ള വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ദിവസം ഒരു 3 ടോപ്പിക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 1 വീക്കിൽ നമുക്കിത് മുഴുവനായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 19 ടോപ്പിക്സ് എന്ന് പറഞ്ഞാലും ചില ടോപ്പിക്സ് 10 ക്വസ്റ്റ്യൻസ്, 9 ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ചിലത് 56, ചിലത് 46, 20 സംതിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലാണ് 537. അത് 537 ടഫ് ക്വസ്റ്റ്യൻസ് അല്ല,
ഇപ്പോൾ ഒരു 537 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു മാക്സിമം ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളൊരു കോഡ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു മെത്തേഡ്, അതായത് ഇപ്പോൾ 4 ഓപ്ഷൻസ് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോഡ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. നല്ല ഈസി ആയിരുന്നു എക്സാം. ഈ എക്സാം നമുക്ക് പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 24 ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് CS കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് കാർഡാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മാനേജേഴ്സ് ഫീൽഡിൽ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ, ഈ രണ്ടും നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ബ്ലാക്കിന് തന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പൊതുവേ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് വൈറ്റാണ്. വൈറ്റ് ആകുമ്പം നമുക്ക് ഡിഗ്രി ലെവലിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആയിരിക്കും കിട്ടുക. മാസ്റ്റേഴ്സ് ലെവലിലാണെങ്കിലാണ് ബ്ലാക്ക് കിട്ടുക. ചില കണ്ടീഷൻസിൽ പറയുന്നത് സീനിയേഴ്സ് ലെവൽ എന്നുള്ള രീതിയിലാണ് ബ്ലാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്ലാക്ക് ആണ് മാനേജേഴ്സ് ഫീൽഡ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് ബ്ലാക്ക് എടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. താങ്ക് യു.